ജിൻഡോ എന്തു പറയും, എപ്പോൾ പറയും, എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനേ വയ്യ. ആ രീതിയിലുള്ള ഗെയിമാണ് ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ജിൻഡോ പരാതിയുമായിട്ട് റസ്മിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ റസ്മിൻ്റെ അടുത്തും പവർ ടീമിൻ്റെ അടുത്തും ചെന്നിരിക്കുകയാണ്. തന്നെ മുഖത്ത് പിടിച്ച് തള്ളി, അർജുനാണ് തള്ളിയത്, അതിന് എനിക്ക് പരാതിയുണ്ട്, നടപടി സ്വീകരിക്കണം എന്ന് പരാതിയുമായിട്ട് റസ്മിനെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനുള്ള കാരണം അപ്പോൾ അത് അർജുൻ സമ്മതിക്കുന്നുണ്ട്. ടാസ്കിനിടയിൽ സംഭവിച്ച കാര്യമാണ്, ഡിഫൻസ് ചെയ്തതാണ്, ഡിഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്താണ് പിടിച്ച് തെള്ളിയത് എന്ന് നമ്മളെ അർജുൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ലൈവിൽ കാണിച്ചിട്ടില്ലായിരുന്നു. എപ്പിസോഡിൽ കാണിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അർജുൻ അത് സമ്മതിക്കുന്നുണ്ട്, അങ്ങനെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസ് ചെയ്തതാണ്, അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ജിൻഡോ ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ പരാതി ഇതായിരുന്നു. അതുപോലെ റസ്മിനോട് ഇത് പറയാനുള്ള ഒരു കാരണം, കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം റസ്മിൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിനകത്ത് പറഞ്ഞു, ഫിസിക്കലായിട്ട് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉടൻ തന്നെ അവരെ പുറത്താക്കും ക്യാപ്റ്റൻ്റെ അധികാരം ഉപയോഗിച്ച് എന്ന് റസ്മിൻ പറയുന്നുണ്ട്. അത് ജിൻഡോയെ ഉദ്ദേശിച്ചാണ്, ജിൻഡോയെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് കേട്ടിരുന്നവർക്കും അവിടുത്തെ മത്സരാർത്ഥികൾക്കെല്ലാം മനസ്സിലായി. ജിൻഡോയെ അപ്പം ആ റസ്മിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, എനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അർജുനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? കാരണം അർജുൻ നിങ്ങളുടെ സുഹൃത്താണ്. ആ രീതിയിലാണ് റസ്മിൻ്റെ ഡബിൾ സ്റ്റാൻഡ്, അല്ലെങ്കിൽ അവിടുത്തെ മത്സരാർത്ഥികളുടെ ഡബിൾ സ്റ്റാൻഡാണ് ജിൻഡോ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിനിടയിൽ ജിൻഡോ മുടിക്ക് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ഒരു പരാതിയുമായിട്ട് വന്നു. അതൊരു വലിയ വിഷയമായി. എന്നിട്ട് അവിടെ ഇരുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ ശരണ്യയോടൊപ്പം നിന്ന് ജിൻഡോയെ പള്ളു പറഞ്ഞു. സ്വന്തം ടീമംഗങ്ങൾ പോലും വന്നിട്ടില്ല. അപ്പം ജിൻഡോ ചോദിക്കുന്നത്, ഞാൻ ആരെങ്കിലും പിടിച്ച് തെള്ളിക്കഴിഞ്ഞാൽ അത് ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തു, എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള സ്റ്റാൻഡാണോ നിങ്ങൾ എടുക്കുന്നതെന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്, റസ്മിൻ്റെയും മറ്റംഗങ്ങളിലേക്ക് ഡബിൾ സ്റ്റാൻഡ് തുറന്നു കാണിക്കാൻ ജിൻഡോ ഈ അവസരം മുതലാക്കി എന്നുള്ളതാണ്. ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗെയിമിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും ഒരു വിഷയമാക്കണ്ട, അതൊന്നും പ്രശ്നമല്ല, എനിക്ക് അങ്ങനൊന്നും ആരോടും എന്തൊന്നും തോന്നാറില്ല എന്ന് ജിൻഡോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജിൻഡോ ഈ വിഷയം ഇപ്പോൾ എടുത്തിടാനുള്ള കാരണം, കഴിഞ്ഞ ആഴ്ച തനിക്കെതിരെ എല്ലാവരും കൂടെ ഒന്നിച്ചു വന്നപ്പോഴും തനിക്കൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മത്സരാർത്ഥികളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ബാക്കിയുള്ള പുറത്തേക്ക് കൊടുക്കുക എന്നുള്ള ആ തന്ത്രമാണ് ജിൻഡോ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു പരിധി വരെ ജിൻഡോ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ തോന്നുന്നു. കാരണം അവിടുത്തെ റസ്മിൻ്റെ ആയാലും അവിടുത്തെ മറ്റു മത്സരാർത്ഥികളുടെ ആയാലും ഡബിൾ സ്റ്റാൻഡ് തുറന്നു കാണിക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു. തന്നെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രശ്നമില്ല. പക്ഷെ താൻ ആരെയെങ്കിലും പിടിച്ചിട്ട്, ജിൻഡോ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാനത്ത് അർജുൻ്റെ മുഖത്ത് ഞാൻ പിടിച്ചു തള്ളുകയോ രണ്ട് കൈ കൊണ്ട് ഞാൻ ഡിഫെൻഡ് ചെയ്ത് അർജുനെ തള്ളി മാറ്റിക്കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം അത് പ്രശ്നമാക്കും. ഇപ്പം നേരെ തിരിച്ച് ജിൻഡോ അർജുൻ്റെ മുഖത്ത് പിടിച്ച് തള്ളിയിരുന്നെങ്കിൽ അർജുൻ നിന്ന് പരാതി കൊടുക്കുന്നത് ഇതൊരു വലിയ വിഷയമാക്കി മാറ്റിയത്. അപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികൾക്കൊന്നും ജിൻഡോയെ എന്ത് ചെയ്താലും അവർക്കൊക്കെ പുച്ഛമനോഹമാണ് പലരും ഇരിക്കുന്നത്. അത് നമുക്ക് ആ ലൈവിൽ കാണാൻ പറ്റുന്നു. ജിൻഡോയ്ക്ക് അപകടം സംഭവിക്കാനോ, ജിൻഡോ ചുമ്മാ പറയും. ജിൻഡോ പറയുന്നത്, എനിക്ക് കഴുത്തിന് നല്ല പെയിനുണ്ട്, അതിനെതിരെ നടപടി സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന സ്റ്റാൻഡ് എടുക്കുന്ന ജിൻഡോയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ജിൻഡോ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. കാരണം റസ്മിൻ്റെയും മറ്റംഗങ്ങളിലേക്ക് ഡബിൾ സ്റ്റാൻഡ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ജിൻഡോ ഈ അവസരം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.